കൃഷ്ണ ഗുരുവായൂരപ്പ ശരണം. പൊന്നുണ്ണിക്കണ്ണൻ്റെ ഉഷപൂജാലങ്കാരം രാവിലെ 4 മണിയോടുകൂടി മലർനിവേദ്യം കഴിഞ്ഞ് ശ്രീകോവിൽ നട തുറന്നു. പൊന്നുണ്ണിക്കണ്ണനത് ആ ശ്രീലകത്ത് പുഞ്ചിരിച്ച് നിൽക്കുകയാണ്. നെയ്വിളക്കുകളെല്ലാം നിറഞ്ഞു കത്തുന്നുണ്ട്. അതിൻ്റെ ശോഭയിൽ പൊന്നുണ്ണിക്കണ്ണൻ്റെ പുഞ്ചിരി കൂടുതൽ ഭംഗിയുണ്ട്. പൊന്നുണ്ണിക്കണ്ണൻ ഇന്ന് കൂടുതൽ സന്തോഷത്തിലാണ്. പൊന്നുണ്ണിക്കണ്ണൻ്റെ തിരുമുഖം ചന്ദനം ചാർത്തിയിട്ടുണ്ട്. നെറ്റിയിലൊരു സ്വർണ്ണഗോപിക്കുറി അണിയിച്ചിട്ടുണ്ട്. മാറത്ത് ഒരു സ്വർണ്ണത്തിലകവും 2 സ്വർണ്ണമാലകളും ചാർത്തിയിരിക്കുന്നു. 2 കൈയിലും ആ ചുമലിൽ ഓരോ സ്വർണ്ണത്തിലകങ്ങൾ ചാർത്തിയിരിക്കുന്നു. അത് നല്ല ഭംഗിയോടുകൂടി തിളങ്ങി തിളങ്ങി നിൽക്കുന്നുണ്ട്. പൊന്നിൻ കിങ്ങിണി കെട്ടി പട്ടുകോണകം എടുത്തൊരു വെളുത്ത പട്ട് ഞൊറിഞ്ഞുടുത്തിട്ടുണ്ട്. കയ്യിൽ ഓടക്കുഴലും താമരയുമുണ്ട്. സ്വർണ്ണ കിരീടം ചാർത്തി കിരീടത്തിന്മേൽ 3 തിരുമുടി മാലകളും 2 വലിയ വനമാലകളും ചാർത്തിയിരിക്കുന്നു. അങ്ങനെ സുന്ദരനായി പുഞ്ചിരിച്ചിട്ടാണ് നമ്മുടെ സച്ചിദാനന്ദ കട്ട നിൽക്കുന്നത്. ആ സുന്ദര രൂപമാണ് പൊന്നുണ്ണിക്കണ്ണൻ്റെ നട തുറന്ന സമയത്ത് ഭക്തന്മാരെല്ലാവരും കാണുന്നത്. ആ ഭക്തന്മാരെല്ലാവരും ഏകാദശി വ്രതം നോറ്റ് തൻ്റെ കണ്ണനെ കാണുവാൻ വേണ്ടി ദ്വാദശി ദിവസം രാവിലെ തന്നെ വന്ന് നിൽക്കുകയാണ്. കണ്ണൻ അതിൽ വേറെ എന്ത് സന്തോഷമുള്ളത്. കണ്ണൻ എല്ലാ ഭക്തന്മാരെയും അനുഗ്രഹിക്കുന്നുണ്ട്. ഭക്തന്മാരെല്ലാവരും കണ്ണൻ്റെ അടുത്തേക്ക് നാരായണനാമം ചൊല്ലിയിട്ടാണ് ചെല്ലേണ്ടത്. ആ തൃക്കാൽക്കൽ വീണ് നമസ്കരിക്കണോ. ആ ഭഗവാൻ പൊന്നുണ്ണിക്കണ്ണൻ നമ്മുടെ എല്ലാവരുടെയും സച്ചിദാനന്ദ കട്ട ഭക്തന്മാരെ എല്ലാവരെയും അനുഗ്രഹിച്ചിട്ടും ആ സുന്ദര രൂപം നമുക്കും നമ്മുടെ മനസ്സിലേക്കൊന്ന് ആവാഹിച്ചാലോ. ഏകാദശിക്ക് ഗുരുവായൂർ വരുവാൻ പറ്റാത്ത ഭക്തന്മാരും ഈ സുന്ദര രൂപം മനസ്സിൽ വിചാരിക്കുക, എന്നിട്ട് പ്രാർത്ഥിക്കുക. ആ പൊന്നിനിക്ക് ഇങ്ങനെ കെട്ടി പട്ടുകോണകമെടുത്ത് ഒരു വെളുത്ത പട്ട് ഞൊറിഞ്ഞുടുത്ത് കയ്യിൽ ഓടക്കുഴലും താമരയും പിടിച്ച് സർവാഭരണ വിഭൂഷിതനായി പുഞ്ചിരി തൂക്കി നിൽക്കുന്ന എല്ലാ ഭക്തന്മാരെയും അനുഗ്രഹിക്കാനായി കാത്തു നിൽക്കുന്ന ആ പൊന്നുണ്ണിക്കണ്ണനെ നമ്മുടെ മനസ്സിലേക്കൊന്ന് ആവാഹിക്കുക. നല്ല പോലെ വിചാരിച്ചോളൂ, പൊന്നുണ്ണിക്കണ്ണൻ നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് അത് കയറി വരും. ആ പൊന്നുണ്ണിക്കണ്ണൻ അവിടെ കയറി വന്നു കഴിഞ്ഞാൽ ആ പൊന്നുണ്ണിക്കണ്ണനെ അവിടെ കൂട്ടിപ്പിടിച്ച് നിർത്തി അവിടെ പ്രതിഷ്ഠിച്ച് ആ കണ്ണനുമായി കുറച്ചു നേരം സംവദിച്ച് ആ കണ്ണനെ ഒന്ന് കൊഞ്ചിച്ച് ഒന്ന് ലാളിച്ച് ഒരു മുത്തം കൊടുത്ത് ആ കണ്ണൻ്റെ തൃക്കാൽക്കൽ വീണ് നമസ്കരിക്കാം, പ്രാർത്ഥിക്കാം. കണ്ണൻ്റെ അനുഗ്രഹം നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും. എല്ലാവരും ജപിച്ചോളൂ നാമം നാരായണ 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 നാരായണ. സന്തോഷത്തോടുകൂടി, സ്നേഹത്തോടുകൂടി, ഭക്തിയോടുകൂടി, വിശ്വാസത്തോടുകൂടി കണ്ണനെ വിളിച്ചു കഴിഞ്ഞാൽ കണ്ണൻ വിളി കേൾക്കും. കേൾക്കാതിരിക്കാൻ പറ്റില്ല കണ്ണനെ. ആ കണ്ണൻ നമ്മുടെ അടുത്തേക്ക് ഓടി വരും. നമ്മൾ കൊടുത്ത സ്നേഹത്തിനേക്കാൾ കൂടുതൽ സ്നേഹം നമുക്ക് തരും. എന്നിട്ട് നമ്മുടെ ഒക്കത്തൊക്കെ ഒന്ന് കയറി നമുക്കൊരു മുത്തൊക്കെ തന്ന് ആ വേണ്ട സമയത്ത് വേണ്ടതെല്ലാം വാരി കോരി തന്ന് നമ്മളെ അനുഗ്രഹിക്കും. എല്ലാവരും ആ സ്നേഹത്തോടു കൂടി നമ്മുടെ പൊന്നുണ്ണിക്കണ്ണനെ വിളിക്കുക. നാരായണ 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 നാരായണ. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. കൃഷ്ണായ വാസുദേവായ ഹരേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമ. അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ. ഈ നാമത്രയ മന്ത്രം എല്ലാവരും ദിവസവും ഉപാസിക്കുക. നിത്യവും ഉപാസിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആയുരാരോഗ്യ സൗഖ്യം, സർവസമ്പൽ സമൃദ്ധി, സർവ ഐശ്വര്യം, സന്തതി പരമ്പരകൾക്കെല്ലാം ശ്രേയസ് ഉണ്ടാവുന്നതാണ്. ഋഷീശ്വരന്മാർ തലമുറകൾ കൈമാറി തന്ന ഈ അമൂല്യനിധി നമ്മൾ കാത്തു സൂക്ഷിക്കണം. നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കണം. അത് തലമുറകളായി ഉപാസിക്കണം. എന്നിട്ട് നമുക്ക്, നമ്മുടെ കുടുംബത്തിനും ലോകത്തിനും എല്ലാം ശ്രേയസ് ഉണ്ടാകണം. അപ്പം അതുകൊണ്ട് എല്ലാവരും ആ പൊന്നുണ്ണിക്കണ്ണനെ വിചാരിക്കുക, നാമത്രയ മന്ത്രം ചൊല്ലുക. ഈ കലികാലത്ത് ചെല്ലുവാൻ പറ്റിയ ഒരു ഉത്തമ മന്ത്രം കൂടിയാണിത്. അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാനന്ദ ഗോവിന്ദ അച്യുതാ